ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമുക്ക് ഡിന്നർ എന്താന്ന് കണ്ടാലോ. അപ്പൊ ഇന്ന് ഡിന്നറിന് നമുക്കിത് നല്ല ചക്കപ്പുഴുക്കുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല നാടൻ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. നല്ല മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഈ ചക്കപ്പുഴുക്കിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഫ്രോസൺ ആയിട്ട് കിട്ടുന്ന അരിഞ്ഞ ചക്കപ്പുഴുക്ക് ചക്കയൊന്നും മേടിച്ച് പുഴുക്കാക്കിയതല്ല. നമ്മൾ കഷ്ടപ്പെട്ട് പോയി പറിച്ചുകൊണ്ട് വന്ന് വെട്ടി അരിഞ്ഞ് എല്ലാം ആക്കി ഇതുപോലെ പുഴുക്കാക്കി എടുത്താണ്. അതിന്റെ തെളിവായിട്ട് അതിന്റെ ചക്കക്കുരു ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിന്റെ ബാക്കി പുറത്ത് ഞങ്ങൾ പഴുപ്പിക്കാൻ വെച്ച ചക്ക ഇവിടെ ഇരിപ്പുണ്ട്, ഞാനത് കാണിക്കുന്നില്ല. അപ്പം ഈ ചക്കപ്പുഴുക്കായിട്ടുള്ള എന്റെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ വെച്ച് മമ്മി ചക്കപ്പുഴുക്കും കൊണ്ട് വന്നു കഴിയുമ്പോൾ മമ്മി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് നോക്കുന്ന ആളായിരുന്നു. മമ്മിയും ഞാനും ആരും വിചാരിച്ചിട്ടില്ല ഞാൻ ഇതുപോലെ വേറൊരു നാട്ടിൽ വന്ന് ഇതുപോലെ ചക്കയൊക്കെ മേടിച്ചുകൊണ്ടുവന്ന് എന്റെ ജീവിതത്തിൽ ചക്ക വെട്ടി മുറിച്ച് ഞാൻ ഇതുപോലെ ആക്കുന്നു ഞാൻ കരുതിയിട്ട് പോലും ഇല്ല. കാലം വിധി എന്നൊക്കെ പറയുന്നത് ഉണ്ടല്ലോ അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും ചക്കപ്പുഴുക്ക് വിളമ്പാം. നമുക്കിത് ആദ്യം കുറച്ച് ചക്കപ്പുഴുക്ക് ഇതേ എടുക്കുന്നു. നമുക്കിവിടെ അത്താഴമാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു അല്ലേ, കുഴപ്പമില്ല. പിന്നെ നമുക്കിത് ആവശ്യത്തിന് നല്ല ചിക്കൻ കറി, നല്ല എന്നുള്ള ചിക്കൻ കറിയാണ്. ചാറ് കൂടുതൽ വേണം ഇതിന്. ഈ ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം ഈ കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യണേ. നമുക്കിനി കഴിച്ച് നോക്കിയാലോ. നമ്മളിതേ ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും കഴിച്ചു നോക്കാൻ പോവാണ് കേട്ടോ. രണ്ട് ഫ്രഷ്ലി മെയ്ഡാണ്. ഇന്നിതേ ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. ഒരു പീസ് ചിക്കൻ. എനിക്ക് നാട്ടിലെ മറ്റേ മഴ സമയങ്ങളിലാണല്ലോ ചക്കയൊക്കെ ഉണ്ടാവുന്നത്. സമയത്ത് ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും കട്ടൻ ചായയും കഴിക്കുന്നൊക്കെ ഓർമ്മ വരുന്നുണ്ട്. കൊള്ളാം, അടിപൊളിയാണ്. ഞാൻ വേണ്ടി നല്ല കുക്കാണ്, അതെനിക്ക് പറയാൻ നിങ്ങൾക്ക് അറിയാലോ. മൊത്തത്തിൽ കൊള്ളാം, ഇഷ്ടമായി. അപ്പം ഹാപ്പി ഡിന്നർ.